ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അതിൻ്റെ പല ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേ വരികയാണ്. സ്തോത്രം. ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ കാണും. അബ്രഹാമിന് ദൈവം ഒരു ഭയങ്കര പരീക്ഷയാണ് ഇട്ടത്. കൊച്ചു പരീക്ഷയൊന്നുമല്ല. ആ പരീക്ഷയിൽ അബ്രഹാം ജയിച്ചു. നമുക്ക് നേരിടുന്ന കൊച്ചു കൊച്ചു പരീക്ഷകളുടെ നടുവിൽ നമുക്ക് ജയിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് അവരവരെ തന്നെ ശോധന ചെയ്യട്ടെ. അത് നിങ്ങളുടെ ചിന്തയിലും നിൽക്കട്ടെ. സ്തോത്രം. ഇന്ന് ദൈവാത്മാവ് അതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് തന്ന ഒരു ചെറിയ ഭാഗം ഓർപ്പിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 12-ാമത്തെ തിരുവെഴുത്ത് നമുക്ക് വായിക്കാം. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. അടുത്ത, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നവൻ അരുളി ചെയ്തു. ദൈവത്തെ ഭയപ്പെടുന്നു, പക്ഷെ എപ്പോഴാണ് അറിയുന്നത്? ഇപ്പോൾ. അതാണ് എൻ്റെ ചിന്താ വിഷയം. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അബ്രഹാമിനെ ദൈവം പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചത്. നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് തരുവാൻ മടിക്കാത്തത് കൊണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞത് അത് എപ്പോഴാണ്? യാഗപീഠം ഒരുക്കി, സ്തോത്രം, മോനെ പിടിച്ച് അതിൽ കിടത്തി. എൻ്റെ ധാരണയാണോ, വയസ്സൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ചെറുക്കൻ തീരെ മോശമല്ല, ആരോഗ്യമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇങ്ങോട്ട് ഒരു വന്ന വഴിക്ക് നല്ല കയറ്റം കയറുമ്പോൾ ആ വന്നെ അല്ലെങ്കിൽ ഒരു യാഗം കഴിക്കുമ്പോൾ ഇത്രയും വലിയ ഒരാളെ ചാമ്പലാക്കാനുള്ള അത്രയും വിറക് ചുമക്കണമെങ്കിൽ ആള് കൊച്ചുകുട്ടിയൊന്നും അല്ല. അപ്പോൾ അബ്രഹാമിൻ്റെ വയസ്സങ്കാലവും ചെറുക്കൻ്റെ നല്ല കാലവുമാണ്. ദൈവത്തിന് സ്തോത്രം. പിടിച്ചു കെട്ടാൻ തുടങ്ങിയപ്പോഴേ വേണമെങ്കിൽ തന്തയെ പിടിച്ചു കെട്ടാനുള്ള ആരോഗ്യം മോനുണ്ട്. പിന്നെ കത്തിയൊക്കെ എടുക്കുമ്പോൾ എന്തും ചെയ്യാം. ഞാൻ ചിലപ്പോഴും പറയാറുണ്ട്, സ്തോത്രം, അപ്പൻ എന്ത് ചെയ്തുവോ അനങ്ങാതെ അനുസരിച്ചു. അതെങ്ങനെ സംഭവിച്ചു? വളർത്തു ഗുണവും വളർന്ന ഗുണവുമാണ്. എല്ലാവർക്കും പിടികിട്ടിയെന്നോ മക്കളെ? എല്ലാവരും കേട്ടോ? വളർത്തു ഗുണവും വളർന്ന ഗുണവുമാണ്. അപ്പനമ്മമാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിപ്പാണ്. അതിൻ്റെ ഇന്നത്തെ പിള്ളേർ പറയുന്നത്, നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടന്നേ, നിങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ ആളാണ്, ഞാനിപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുകയാണ്. അതിൽ കൂടുതൽ പറയുന്നവരുണ്ട്. എനിക്ക് പറയുകയാണെങ്കിൽ ഈ ഭാഷയെ പറ്റൂ, അതുകൊണ്ടാണ് ഇത്ര പറഞ്ഞത്. സ്തോത്രം. ആ വളർത്തിയ ഗുണം, ആ വളർന്ന ഗുണം അനങ്ങിയില്ല. അപ്പോഴെങ്കിലും ദൈവത്തിനൊന്ന് പറഞ്ഞുകൂടായിരുന്നു, എടാ മതി അബ്രഹാമേ, നീ വെട്ടും, എനിക്കറിയാം. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ വെച്ചെങ്കിലും ഒന്ന് വിട്ടേരെ. അവസാനം ആ യാഗപീഠത്തില് ഈ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെ പിടിച്ച് കിടത്തിയിട്ട് ആ കത്തിയെടുത്ത് വെട്ടാനായിട്ട് പോങ്ങി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അഭിനയിക്കുന്നതല്ല, പടം പിടിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഒരു പടം പിടിക്കാൻ വേണ്ടി ഇല്ല. ബൈബിൾ പറയുന്നു, സ്തോത്രം, അബ്രഹാം ഈസാക്കിനെ യാഗം അർപ്പിച്ചു. വേറൊരു ഭാഷയിൽ യാഗങ്ങൾ കഴിച്ചു, മനസ്സുകൊണ്ട് വെട്ടി. പക്ഷെ എന്തുകൊണ്ടാണ് ശരീരത്തിൽ വെട്ടി യാഗമാകാത്തത്? എങ്കിൽ എനിക്കിത് പ്രസംഗിക്കാൻ പറ്റില്ല, ബൈബിളിൽ എഴുതാനും പറ്റൂല. എന്തുകൊണ്ട്? മറ്റ് ഇതൊക്കെ നടക്കും പോലെ നമ്മുടെ ദൈവത്തിന് നരബലി വേണം.
എന്ന് വന്നാൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? ഈ ബൈബിളിൽ ഇത് എഴുതി ചേർക്കാൻ പറ്റുമോ? സ്തോത്രം. നമ്മുടെ ദൈവം നരബലി ആഗ്രഹിക്കുന്നില്ല. അല്ല, അബദ്ധമൊന്നും ഇത് പറ്റിയതല്ല. പണ്ട് ഇബ്താഹിൻ്റെ ഒരു മോളുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നെ എതിരേറ്റ് വരുന്ന വ്യക്തി ആദ്യം വരുന്ന ആരായാലും അവളെ ഞാൻ ദൈവത്തിന് കൊടുക്കും, യഹോവയ്ക്കുള്ളതാകും. പുള്ളി വിട്ടുകൊടുത്ത് പിന്നെ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഈ യാഗമൊന്നും കഴിച്ചിരിക്കില്ല എങ്കിൽ നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. അല്ലേ? മനസ്സിലായില്ല നിങ്ങൾക്ക്? നരബലി ദൈവവചനം അനുവദിക്കുന്നില്ല, ദൈവം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഈ പരീക്ഷ ഭയങ്കര പരീക്ഷയാണ്. കത്തി ഓങ്ങിയപ്പോൾ വിട്ടുവീഴും. എൻ്റെ ചിന്ത ഞാൻ പറയുകയാണ്, ഇതുവരെ അബ്രഹാം ദൈവത്തെ ഭയപ്പെടുമോ എന്ന ചിന്തയാണ് ദൈവത്തിനുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഈ വല്ലാത്ത ഈ സമയത്ത് അബ്രഹാം പേടിച്ച് നിൽക്കുകയാണ്. അബ്രഹാം അല്ല, ദൈവം പേടിച്ച് നിൽക്കുകയാണ്. കാരണം വിളി തക്ക സമയത്ത് വന്നില്ലെങ്കിൽ, ബുദ്ധിപൂർവം ഇടപെട്ടിട്ടില്ലെങ്കിൽ വെട്ടുവീഴും, സംഗതി ആകെ മോശമാകും. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ഓരോ ചലനവും യഹോവ അല്ലെങ്കിൽ യഹോവയുടെ ദൂതൻ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ വളരെ ചിന്തിപ്പിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു വല്ലാത്ത ഈ ക്രിട്ടിക്കൽ സമയത്ത് യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞു, അങ്ങ് തൊലച്ചേക്കാമെന്ന് വിചാരിച്ച് വേറെ ഒന്നും ശ്രദ്ധിക്കാതെ, ഭാര്യയോട് പറഞ്ഞില്ല, മറ്റുള്ളവരോട് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, യാഗം കഴിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ജോലി അങ്ങ് തീർത്തിട്ട് എനിക്ക് പോയാൽ മതി എന്ന് വിചാരിച്ചുള്ള ചിന്തയോടെയാണ് അബ്രഹാമായിരുന്നെങ്കിൽ ഇതിനിടയിലുള്ള ദൈവശബ്ദം അവൻ കേൾക്കുമായിരുന്നു. ആലോചിക്കണം നിങ്ങൾ. അപ്പോൾ അങ്ങ് വെട്ടി തീർത്തേക്കാവുന്നുള്ള ജീവിത ചിന്തയില് അല്ല അബ്രഹാം നിൽക്കുന്നത്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉടയവൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളോടും പറയട്ടെ, ഒരു പരീക്ഷയിൽ കൂടെയാണോ നീ കടന്നു പോകുന്നത്? പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെയാണോ നീ കടന്നു പോകുന്നത്? അവിടെയും അവിവേകം കൊണ്ടൊന്നും ചെയ്യരുത്, അവിവേകം കൊണ്ട് സംസാരിക്കരുത്, അവിവേകം കൊണ്ട് പ്രവർത്തിക്കരുത്. അതിനകത്തും പരിഹാരത്തിൻ്റെ നിർദ്ദേശം, വാക്കുകൾ കേൾക്കുവാനിടയായാൽ അത് കേൾക്കുവാൻ നിന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ആ ദൈവശബ്ദം എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കിയ ശബ്ദമൊന്നും ആയിരിക്കില്ലല്ലോ ചിലപ്പോഴേ. സ്തോത്രം. ആ ശബ്ദം കേൾക്കാതിരുന്നെങ്കിൽ പിന്നെ എന്തായിരുന്നു നടക്കുക? ഓ സ്തോത്രം. ആ രംഗത്ത് അവസാന സെക്കൻഡ് അവൻ മനസ്സുകൊണ്ട് യാഗം കഴിച്ചു. പക്ഷേ ഈസാക്ക് ശരീരത്തിൽ യാഗമായില്ല. സ്തോത്രം. അപ്പോഴും വിളിക്കുകയാണ്, മതി, ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നു, ഇപ്പോൾ നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ നമ്മുടെ പരീക്ഷകളോ ദൈവത്തെ ഭയപ്പെടാനുള്ള ടെസ്റ്റുകളോ വല്ലതും നടന്നാൽ ഈ രംഗം വരെ എത്തിയിട്ട് തമ്പുരാനെ നമ്മോട് പറയാൻ പറ്റുമോ? മതി, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. ദൈവഭയമില്ലാത്തതാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം. നമ്മളൊരു തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു കുട്ടി അത് കാണുന്നെങ്കിൽ, ഒരു കുട്ടി, ഞാനിപ്പോൾ ഒരു മോഷണം നടത്താൻ ശ്രമിക്കുകയാണ്, അപ്പോൾ ഒരു 4 വയസ്സുള്ള കുട്ടി അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. 4 വയസ്സുള്ള കുട്ടി. ഒന്നുകിൽ ആ കുട്ടിയുടെ കണ്ണിനെ ഞാൻ മറയ്ക്കണം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യണം. ആ 4 വയസ്സുള്ള കുട്ടിയുടെ കണ്ണിനെ ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ളവനെ, ഒന്നും മറഞ്ഞിരിക്കാത്ത ദൈവത്തിൻ്റെ കണ്ണിനെ നമുക്ക് ഭയമുണ്ടോ ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം
ദൈവഭയമില്ല. ദൈവഭയമില്ല. ദൈവം പറയുന്നു, അബ്രഹാമേ, നീ എന്നെ ഭയപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. ദൈവവചനം പഠിക്കുമ്പോൾ ആരെ ഭയപ്പെടേണ്ട എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. വിവരിച്ച് പറയാൻ സമയമില്ല. മനുഷ്യരെ പേടിക്കേണ്ട, മനുഷ്യരെ പേടിക്കുകയും വേണ്ട. യിരെമ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. യിരെമ്യാവ് 1:8. നീ അവരെ ഭയപ്പെടരുത്. നീ അവരെ ഭയപ്പെടരുത്. മനുഷ്യരെ നീ പേടിക്കണ്ട, മനുഷ്യരെ പേടിക്കണ്ട. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് ദൈവവചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ഭയം മനുഷ്യരെയാണ്. ഞാനൊരു തെറ്റ് ചെയ്താൽ അതാരും കാണരുത്. വല്ലവനും കണ്ടാലോ ചെന്ന് കാല് പിടിക്കും. ദൈവത്തെ ഓർത്ത് ആരോടും പറയരുത്. പേടിയാ. സ്തോത്രം. മനുഷ്യരെ പേടിക്കണ്ട, മനുഷ്യരെ പേടിക്കണ്ട, മനുഷ്യരെ പേടിക്കണ്ട. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാനല്ല, സർവശക്തനായ ദൈവം തന്നെ പറയുന്നു, നീ മനുഷ്യനെ പേടിക്കണ്ട. പ്രൈസുള്ളോട് വിവരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. മനുഷ്യ ഭയത്തിൽ ആരെങ്കിലും ജീവിക്കുന്നെങ്കിൽ അവർക്കൊരു ദൂത്, മനുഷ്യ ഭയം ഒരു കെണിയാണ്. സദൃശവാക്യങ്ങൾ 29-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കാം. മനുഷ്യഭയം ഒരു കെണിയാകുന്നു. മനുഷ്യഭയം ഒരു കെണിയാകുന്നു. മതി മതി മതി. മനുഷ്യനെ നീ ഭയപ്പെടുന്നെങ്കിൽ അതൊരു കെണിയാണ്. മനുഷ്യനെ പേടിച്ച് ജീവിക്കണ്ട. പക്ഷെ മനുഷ്യനെ ശങ്കിക്കാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനുഷ്യനെ ശങ്കയുമില്ല. എന്ത് പറയണം, എന്ത് ചെയ്യണം, പിന്നെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണോ, പറയേണ്ട അതേ പറയാവോ, ഇതൊന്നും നമുക്കൊരു ബോധമില്ല, ശങ്കയില്ല. ദൈവവചനം പറയും, ദൈവത്തെ ഭയപ്പെടണം, മനുഷ്യനെ ശങ്കിക്കണം. ശങ്കിക്കേണ്ടവരെ ശങ്കിക്കണം. ഭയപ്പെടേണ്ടവർ ഇല്ല, ഭയപ്പെടേണ്ടവനേ ഉള്ളൂ. അവനെ ഭയപ്പെടണം. മനുഷ്യഭയം ഇന്ന് ഞാനൊരു ദൂതായി പറയാം. എന്ത് പറയുമ്പോഴും, എന്ത് ചെയ്യുമ്പോഴും, എങ്ങോട്ട് പോകുമ്പോഴും മനുഷ്യരെ പേടിക്കണ്ട. പേടിക്കേണ്ടവനുണ്ട്, ഭയപ്പെടേണ്ടവനുണ്ട്. ആ ദൈവത്തെ നീ ഭയപ്പെട്ടുകൊള്ളണം. അതുപോലെ തന്നെ ചിലര് മനുഷ്യരുടെ നിന്ദയുണ്ട്. മനുഷ്യരുടെ പറഞ്ഞഴിക്കുന്ന, പറഞ്ഞ് ഇല്ലാതാക്കുന്ന, പറഞ്ഞ് ദ്രോഹിക്കുന്ന വാക്കുകളുണ്ട്. ബൈബിൾ പറയുന്നു, മനുഷ്യൻ്റെ നിന്ദയെ പേടിക്കണ്ട. യെശയ്യാവിൻ്റെ പുസ്തകം 51-ാം അധ്യായം 7-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. യെശയ്യാവ് 51-ന്റെ 7-ാമത്തെ നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ, ഹൃദയത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണമുള്ള ജനമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുവീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടണം. ദൈവമക്കളോട്, ദൈവവിശ്വാസികളോട് ഞാനല്ല, ദൈവം പറയുന്നു, ദൈവവചനം പറയുന്നു, മനുഷ്യർ നിന്നെ അപമാനിക്കും, മനുഷ്യർ നിന്നെ നിന്ദിക്കും, നിന്നെക്കുറിച്ച് അപവാദം പറയും. അതിനെ നീ പേടിക്കണ്ട. മനുഷ്യരെ പേടിക്കണ്ട, മനുഷ്യ ഭയം വേണ്ട, മനുഷ്യൻ്റെ നിന്ദയെയും നീ പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മൾ ഈ ദൈവവചനം അനുസരിച്ച് വ്യവസ്ഥയിൽ മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുമ്പോൾ ചിലരൊക്കെ അതിനെ തടസ്സം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള ഉപദേശമേ കേൾക്കരുത്. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം 27-ാമത്തെ ദൈവവചനം വായിക്കാം. മകനെ, പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള, നീ അനുസരിച്ച് ജീവരക്ഷ പ്രാപിക്കാനുള്ള പരിജ്ഞാന വചനം, അത് നീ അനുസരിക്കാൻ മനസ്സ് വെക്കുമ്പോൾ ആ വചനങ്ങളെ
വിട്ടുമാറേണ്ടതിന് വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നത് മതിയാക്കുക. ചിലരുടെയൊക്കെ ഉപദേശമുണ്ട്. ഈ വചനം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നതിന് തടസ്സമുണ്ടാക്കുന്ന ഉപദേശങ്ങൾ. ചിലർ ഇച്ചിരി കൂടുതൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാത്ത പുള്ളികൾ പറയും അത്രയൊന്നും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതൊന്നും കാര്യമില്ല, നമ്മളെ ദൈവമക്കളാണ്, നമ്മുടെ കാര്യമൊക്കെ ദൈവത്തിന് അറിയാമല്ലോ, തന്നോളൂ. ദൈവത്തിന് വേണ്ടി മനസ്സ് തുറന്ന് കൊടുക്കുന്നവരാണെങ്കിൽ ദശാംശമല്ല അതിൻ്റെ ഇരട്ടിയൊക്കെ കൊടുക്കുന്നവരുണ്ട് ദൈവനാമത്തിന് വേണ്ടി. അത്രയൊന്നും അങ്ങ് കൊടുക്കണ്ട, സ്തോത്രം. അല്ലെങ്കിൽ അതിനെ ഇടങ്കോലിടുന്ന ഏതെങ്കിലും തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയും. പരിജ്ഞാനത്തിൻ്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിന് ഉപദേശം പറയുന്ന ആളുകളുണ്ട്. അത് കൂടുതലും സ്തോത്രം ദൈവമക്കളുടെ ഇടയിലാണുള്ളത്. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ പറയണ്ടല്ലോ. ദൈവമക്കളോട് ഞാനല്ല, പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മീയമായ മുന്നേറ്റത്തിനും ദൈവത്തിന് പ്രസാദമായി കാര്യങ്ങൾ തീരേണ്ടതിനും നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനെ തടസ്സപ്പെടുത്തുന്ന ഉപദേശങ്ങൾ ആര് പറഞ്ഞാലും അത് കേൾക്കരുത്. ഇവിടെ വായിച്ചത് മതിയാക്കുക, അത് കേൾക്കണ്ട, അത് നമുക്കുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. അത് പരിഗണന പറഞ്ഞോട്ടെ, നമുക്കുള്ളതല്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ വെറുതെ ആവശ്യമില്ലാതെ മനുഷ്യൻ്റെ സമയം കളയാൻ വേണ്ടി അവിടത്തെയും ഇവിടത്തെയും അവിടത്തെയും കാര്യം പറഞ്ഞ് പിന്നെ മെനക്കെടുത്തുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ ഫോണിൽ വന്നാലും നമുക്ക് മെനക്കേടാണ്, അങ്ങനെയുള്ളവർ വീട്ടിൽ വന്നാൽ അതിനേക്കാളും മെനക്കേടാണ്. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, അങ്ങനെയുള്ളവർ വന്നാൽ നിങ്ങൾ ഓടിച്ചെന്ന് വീട്ടിലോടുന്നൊരു പായും എടുത്ത് പാട്ടുവസവും വേദവസവും എടുത്ത് കൊണ്ടിട്ട് വേണം നമുക്കൊരു 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ വന്നിരിക്കാൻ പറയണം. പരദൂഷണം പറയാൻ മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കും, പക്ഷെ നമുക്കൊരു 1 മണിക്കൂർ പ്രാർത്ഥിക്കാമെന്ന് പറയണം. ഇനി പിന്നെ അങ്ങോട്ട് അവർ വരത്തില്ല. സ്തോത്രം. എന്തെന്നാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളല്ല. ഞാൻ ചുരുക്കി അങ്ങ് പറയട്ടെ, പരിജ്ഞാനത്തിന് വിരോധമായിട്ടുള്ള നമ്മുടെ രക്ഷപ്പെടലിനും ദൈവപ്രസാദത്തിനും തടസ്സം വരുത്തുന്ന ഉപദേശങ്ങൾ കേൾക്കുന്നത് മതിയാക്കുക. അപ്പോൾ മനുഷ്യരെ ഭയപ്പെടണ്ട. ഇനി വലിയ അധികാരികളാണ്. ബൈബിള് പറയുന്നു അവരെയും ഭയപ്പെടേണ്ട. യിരെമ്യാവിന്റെ പ്രവചനം 42-ാം അധ്യായം 11-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട. നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട. വാക്യൊക്കെ പിടിച്ച് നിങ്ങൾ വായിച്ചോണം. എത്ര വലിയ ബാബേൽ രാജാവായാലും, എത്ര വലിയ ശക്തനായാലും, എത്ര വലിയ അധികാരിയായാലും അവനെ പേടിക്കണ്ട. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, മാനിക്കേണ്ടവരെ മാനിക്കണം, അത് വേറെ വശം. പക്ഷേ ഭയപ്പെടേണ്ട. സ്തോത്രം. മനസ്സിലായവർക്ക് കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഞാൻ അധികം വിവരിച്ച് അങ്ങോട്ട് പോകുന്നില്ല. 3-ാമത്തെ കാര്യം ശ്രദ്ധിക്കുക, പിശാചിനെ ഭയപ്പെടേണ്ട. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വചനം വായിക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വചനം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സാത്താനെ ഭയപ്പെടുകയല്ല വേണ്ടത്, അവനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. ഈ ദൈവത്തെക്കുറിച്ച് ചിലരോട് എത്ര നേരം പറഞ്ഞാലും പ്രസംഗിച്ചാലും ആർക്കൊരനക്കമില്ല. ചെകുത്താൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ എന്നാ ഭയം. ചലിക്കാതിരിക്കുന്ന ആൾക്കാര് കഷ്ടകാലത്തിന് ആ യോഗത്തിന് നടുവിൽ ഒരു പിശാചു വല്ലതും കൊണ്ട് ഇളകിയാൽ എന്തൊരു ആരാധനയാണ്, എന്തൊരു ബഹുമാനമാണ്. സ്തോത്രം.
പിള്ളേർ വല്ലതും കൈയടിക്കാതെയും പാടാതെയും കണ്ണു തുറന്നു വരുന്ന കണ്ണടയടാ, പ്രാർത്ഥിക്കടാ, സ്തോത്രം. എന്താ കാര്യം? സ്തോത്രം, പിശാചിളയിരിക്കുകയാണ്. ശുദ്രത്തെക്കുറിച്ച് പേടി. സാത്താനവൻ, പിന്നെ ചിലർ കാല് തട്ടിയാലും പറയുന്നത് അവൻ്റെ കുറ്റമാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്തടത്തെല്ലാം അവനെ നമ്മൾ ക്ഷണിച്ച് വരുത്തുകയാണ്. ഒരു രാത്രി ഉറക്കം വന്നില്ലെങ്കിൽ അത് അവൻ്റെ കുഴപ്പമാണ്. എല്ലാത്തിൻ്റെയും പരാതി അവൻ്റെ തലയിൽ വയ്ക്കും. അവനെ പേടിയാ. പിന്നെ അവനെതിരെ വല്ലതും പറയുന്നത് തന്നെ പലർക്കും ഇഷ്ടമില്ല. കാലക്കേടിന് ഇന്ന് രാത്രി അവൻ വെളിപ്പെട്ടാലോ, പ്രൈസലോ. അതുകൊണ്ട് അവരുടെ കാര്യം പറയേണ്ടെന്നാ പറയുന്നത്. പേടിയാ. നിങ്ങൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്, ഷാജിനെ പേടിക്കരുത്. സ്തോത്രം. ഒന്നും കൂടെ ഞാൻ പറയാം. നിങ്ങൾ അവനെ പേടിച്ചാൽ അവൻ നിങ്ങളെ പേടിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. 2, നിങ്ങൾ ഓടിയാൽ അവൻ നിങ്ങളെ ഓടിക്കും. സ്തോത്രം. പക്ഷെ എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അവനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർക്കൊരു ഹല്ലേലൂയ പറയാം. സമയക്കുറവുകൊണ്ട് ഞാൻ ഇത്തിരി വിവരിച്ചു പോകുന്നില്ല. ബാക്കി കാര്യം ഞാൻ ദൈവം ചോദിച്ചാൽ പിന്നെ പറയാം. പക്ഷേ ആരെ പിന്നെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണം. ദൈവം ചോദിക്കുന്നൊരു കാര്യം, എന്താ നിങ്ങൾ എന്നെ പേടിക്കാത്തേ? നിങ്ങൾ എന്നെ പേടിക്കാത്ത എന്താ? യിരെമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 22-ാം വചനം. യിരെമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 22-ാം വചനം. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ? നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ? എന്റെ സന്നിധിയിൽ വിറയ്ക്കയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വിറയൽ വരില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നിട്ട് ദൈവം പറയുകയാണ്, എൻ്റെ കൽപ്പനയ്ക്ക്, എൻ്റെ ശബ്ദത്തിന് എല്ലാ സൃഷ്ടികളും അനുസരിക്കുകയാണ്. അടുത്ത ഭാഗം വായിച്ചോ. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. അടുത്ത്, തിരകൾ അലച്ചാലും സാധിക്കയില്ല. എത്ര തിരകൾ അലച്ചാലും ഞാൻ ഇട്ടിരിക്കുന്ന അതിര്. നെയ്യാർ ഡാമിന്റെ കെട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. മുല്ലപ്പെരിയാറ് വേറെ പോട്ടെ. സ്തോത്രം. തമ്പുരാൻ ഈ വമ്പൻ കടലിന് അതിരിട്ടിരിക്കുന്നത് വേണ്ട, അണകെട്ടി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാ? മണല്. സ്തോത്രം. ഹല്ലേലൂയ. ആ മണലാതിരിട്ടിട്ട് കടലിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ നീ കയറി. ചിലടത്തൊക്കെ കയറി വരാറുണ്ട്. അത് കാര്യം നമ്മുടെ ആളുകൾ തീരെ കുഴപ്പത്തിലാവുമ്പോൾ നമ്മൾ പറയും, ചിരിക്കും, കയറി പോരെ. പിന്നെ പറയും, മതി പൊയ്ക്കോളാൻ പറയും. കൽപ്പനയ്ക്ക്, ശബ്ദത്തിന് സ്തോത്രം. അതിലിട്ടിരിക്കുന്നു. അടുത്ത്, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കയില്ല. എത്ര അവിടെ കിടന്ന് വേളം ഉണ്ടാക്കിയാലും തമ്പുരാൻ ഇട്ടിരിക്കുന്ന അതിരത് കടക്കയില്ല. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലേ? നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലേ? നിങ്ങളുടെ ആരാധന കൊള്ളാം, കയ്യടി കൊള്ളാം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൊള്ളാം. എന്താ നിങ്ങൾ എന്നെ ഭയപ്പെടാതെ? സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്നത് ഒരു അഭിനയമല്ല. ദൈവത്തെ ഭയപ്പെടുന്നത് ആരുടെയെങ്കിലും മുമ്പിൽ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയുള്ള സോദരമാ, ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നതല്ല. ഉള്ളായ ദൈവഭയം നമുക്കുണ്ടോ? പ്രാർത്ഥനാ സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത് ഒരു ഉപദേശമൊന്നുമല്ല. പക്ഷേ പുറംകണ്ണിനെ അടച്ച് അകംകണ്ണിനെ തുറന്ന് ആ കാണേണ്ടവനെ കണ്ട സാന്നിധ്യത്തിലിരിക്കുന്നത് ഒരു ദൈവഭയമല്ലേ? ആരാധന സ്ഥലത്തിനകത്ത് കയറി ദൈവവചനം പറയുന്നു, ഭയം കൊടുക്കേണ്ടവന് ഭയം. അങ്ങനെയാണെങ്കിൽ അതിന് യോഗ്യൻ ആര്? ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഭയഭക്തിയോടെ ഇരുന്ന്
ബഹുമാനത്തോടെ ഇരുന്ന് ആരുടെ മുമ്പിൽ ഇരിക്കുന്നു എന്ന ബോധത്തിൽ, എന്തിനിരിക്കുന്നു എന്ന ചിന്തയിൽ നമ്മൾ ആയിരിക്കുന്നു എങ്കിൽ ഭയപ്പെടുക. ദൈവം ചോദിക്കുന്നു, നിങ്ങൾ എന്നെ പേടിക്കില്ലേ? സ്തോത്രം. ദൈവമക്കളുടെയൊക്കെ ജീവിതത്തിൽ ഒരു കണക്കിന് ഇപ്പോഴ് പണ്ട് കാലത്ത് പിള്ളേരൊക്കെ അപ്പനും അമ്മയും പേടിച്ച് ജീവിച്ച കാലമായിരുന്നു. ഇപ്പോഴോ പിള്ളേരെ പേടിച്ചാണ് അവർ ജീവിക്കുന്നത്. സ്തോത്രം. അതുപോലെ സംഗതിയെല്ലാം തിരിഞ്ഞു വരികയാണ്. ദൈവത്തെ ഭയപ്പെടേണ്ടതിന് പകരം ദൈവം പേടിച്ചോട്ടെ എന്ന മട്ടിലാണോ നമ്മുടെ ജീവിതം? ഈ പകൽക്കാലം ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടന്ന് അവനെ പ്രസാദിപ്പിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾ തയ്യാറാകും? എങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ പ്രവേശിപ്പാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടോ എന്ന് ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 35:4 ഒന്ന് വായിച്ച. ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ, വായിച്ചോ. യഹോവയുടെ വിശുദ്ധന്മാരെ, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. ഒരു നിമിഷം ഒന്ന് നിർത്തിക്കൊണ്ട്. യഹോവയുടെ വിശുദ്ധന്മാർ. നിങ്ങൾ വിശുദ്ധരായിരിക്കാം, നിങ്ങൾ യോഗ്യരായിരിക്കാം, നിങ്ങൾ പക്വതരായിരിക്കാം, നിങ്ങൾ ദൈവമക്കളായിരിക്കാം. നിങ്ങൾക്കായി സന്ദേശം. യഹോവയുടെ വിശുദ്ധന്മാരെ, നിങ്ങൾ യഹോവയെ ഭയപ്പെടുവീൻ. അടുത്ത്, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ ഒന്നിനും മുട്ടുവരുത്താതെ ദൈവം നിന്നെ നടത്തും. ഒന്നിനും മുട്ടുവരുത്താതെ ദൈവം നിന്നെ നടത്തും. എത്ര പേരുന്ന് പകൽക്കാലം ഈ സന്ദേശം ഏറ്റെടുക്കുക. ദൈവത്തെ ഭയപ്പെട്ട് നീ ജീവിച്ചാൽ, ദൈവത്തെ ഭയപ്പെട്ട് നീ ജീവിച്ചാൽ ഒന്നിനും മുട്ടില്ലാതെ, ഒന്നിനും മുട്ടില്ലാതെ ദൈവം നിന്നെ നടത്തും. ഭാഗ്യകരമായ ഒരു വലിയ പ്രത്യാശയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആകയാൽ ദൈവത്തെ ഭയപ്പെട്ട് ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവമക്കൾ താല്പര്യപ്പെടുമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായത് ദൈവം തരും. ദൈവം തരും. ഞാനല്ല പറയുന്നത്. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ മുട്ടില്ലാതെ നടത്തും. ഒടുവിൽ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും.